പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മ മാതാവിനെ സ്തുതിച്ച ദൈവസന്നിധിയിൽ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ എല്ലാവരും. ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വചനത്താൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തേജസ്സെഴും നിൻ മുഖം എൻ ഹൃദയത്തിൻ ആനന്ദമേ. സാഹിത്യത്തിൽ കവിത എഴുതുന്ന പോലെ അല്ല ഇത്, അതിന് പ്രതിഭ ഉണ്ടായാൽ മതി. ഭക്തി ഉണർവ് ഗാനങ്ങൾക്ക് പ്രതിഭ ഉണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് അതിന് അഭിഷേകമാണ് വേണ്ടത്. ഉണർവ് ഗാനങ്ങൾ ഈ നമ്മുടെ കൃപാസനത്തിലൊക്കെ പാടുന്നത് അഭിഷേക ഗാനങ്ങളാണ്. ഉണർവ് ഗാനങ്ങളുടെ അടുത്ത തലമുറയാണ് അഭിഷേക ഗാനങ്ങൾ. അത് നന്നായിട്ട് ദൈവസ്നേഹം ഉള്ളവരിൽ കണ്ണ് നിറഞ്ഞ് ഒക്കെ അഭിഷേകം ഉണ്ടാകും. ആ സമയത്ത് തന്നെ ആ ഒറ്റ പാട്ടുകൊണ്ട് തന്നെ ഒരു ധ്യാനത്തിൻ്റെ ദൈവാനുഭവം പ്രാപിക്കും. അഭിഷേക ഗാനങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് അത് എഴുതുന്ന ആൾക്ക് അഭിഷേകം ഉണ്ടാകും. അതിൻ്റെ ഒരു മദർ ഹാൻഡ്സെറ്റ് ഉള്ളവർക്ക്, മദർ ബോർഡുള്ളവർ, ആ അഭിഷേക തലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് സ്പർശിക്കുകയും ചെയ്യും. ആന്തരികമായ ദൈവാനുഭവം, ഇമ്മീഡിയറ്റ് ദൈവാനുഭവം ഉണ്ടാക്കും. അതാണ് അഭിഷേക ഗാനങ്ങളുടെ പ്രത്യേകത. ഉണർവ് ഗാനങ്ങൾ സഭയിൽ വന്നതിന് ശേഷമാണ് ഈ അഭിഷേക ഗാനങ്ങൾ വരുന്നത്. നമ്മൾ പുറത്ത് കേൾക്കുന്നതൊക്കെ ഭക്തിഗാനങ്ങളാണ്. ഭക്തിഗാനങ്ങൾക്ക് ഭക്തി ഉണ്ടാകുമെന്നേ ഉള്ളൂ. ആ ഭക്തി എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അതൊരു ഔട്ട് ഓഫ് ദി പേഴ്സൺ വികാരമാണ്. നമ്മുടെ ദൈവത്തിന് പുറത്ത് ഒരു മനുഷ്യനെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭക്തി. ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തിൽ നിന്നും ഭക്തി, ആരാധന, ഭയമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഭക്തിക്ക് ആ വ്യക്തിക്ക് ഭക്തി ഉണ്ടാകും. ആ ഭക്തി ഒരു റിലേഷനാണ്, ബന്ധമാണ്. അത് നിങ്ങൾ നിലനിർത്താൻ, ദൈവത്തിൻ്റെ ബന്ധം നിലനിർത്താൻ പറ്റും. അഭിഷേക ഗാനത്തിൻ്റെ പ്രസൻസാണ്, അത് വ്യത്യാസമുണ്ട്. അഭിഷേക ഗാനം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡുകൾക്കുള്ളിൽ ഈ എലിസബത്തിൻ്റെ, മറിയത്തിൻ്റെ അഭിവാദനത്തിൻ്റെ അതേ വൈബ് എലിസബത്തിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർക്ക് രണ്ടൊക്കെ ഒരേ സമയം തന്നെ അഭിഷേകം അനുഭവിക്കാൻ പറ്റിയത്, അല്ലേ? അതുകൊണ്ട് ഈശോയും പറയും, നിങ്ങൾക്കതിൻ്റെ ഇതുണ്ടോ എന്ന് ചോദിക്കുമോ. അതായത് ദൈവത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഒരു ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഈശോ പറയണത് എന്താണ്, നിങ്ങൾ ഒരു സമാധാനം ആശംസിച്ചാൽ സമാധാനത്തിൻ്റെ ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും, ഇല്ലെങ്കിൽ റിട്ടേൺ അടിക്കുമെന്ന്. അത് നമുക്ക് ആൾക്കാരെ നിൽക്കുമ്പോൾ റിട്ടേൺ അടിക്കാൻ അറിയാൻ പറ്റും. ഞാനൊരു അത് ടേക്ക് വേണം കുറച്ചുകൂടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ഹല്ലേലൂയ. ലൂക്ക 10:5-6. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അതാണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ദൈവാനുഭവത്തിന് ഒരു ഹാൻഡ്സെറ്റും മദർ ബോർഡും ഉണ്ട്. നമുക്ക് ഫോൺ എടുക്കുമ്പോൾ, പണ്ടൊക്കെ ഫോണില്ലേ, അതിന് ഒരു മദർ ബോർഡ് ഉണ്ടാവും, ഒരു ഹാൻഡ്സെറ്റും ഉണ്ടാവും, ഇല്ലേ? ഈ മദർ ബോർഡും ഹാൻഡ്സെറ്റും തമ്മിലൊരു വയർ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇപ്പോഴത് വയർലെസ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മളിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉള്ള സ്ട്രക്ചർ ഉണ്ടാകണം. നമ്മൾ ഈ ഉടമ്പടിയിൽ ശ്രമിക്കുന്നത് ദൈവാനുഭവത്തെ റിസീവ് ചെയ്യാനുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമാണത്. അല്ല ഞാൻ പത്രം കൊടുത്ത് രോഗികളെ കണ്ടതൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് നടക്കരുത്. ഇതൊക്കെ ശാസ്ത്രീയമായൊരു വശമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇതിൻ്റെ കർത്താവ് സമാധാനത്തിന് ദൂതനെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തോട് സഹകരിക്കാനുള്ള മനസ്ഥിതിയുണ്ട്. ദൈവവചനം വരുമ്പോൾ ദൈവവചനം നമ്മളിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് ഇപ്സഫാത്തോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവവചനം ആരിലേക്ക് അതായത് ദൈവവചനം ആരിലേക്ക് വരുന്നുവോ
അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ദൈവവചനം വരുന്നത്, അപ്പം നമ്മൾ ദൈവപുത്രരാകണം. നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ദൈവവചനത്തിന് നല്ല ഒരു സ്വീകരിക്കാനുള്ള ഒരു സ്വീകാര്യക്ഷമത, അതിനാണ് നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ദൈവിക പുണ്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുക്കണേൻ്റെ കാര്യം അതാണ്. ഇതിനെല്ലാം ഒരു ആധ്യാത്മിക സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ തോതിലാണ് ഈ ഉടമ്പടി വർക്ക് ചെയ്ത് വരണത്. അപ്പം അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കലാണ്, പക്ഷേ അതിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു സാങ്കേതിക പശ്ചാത്തലത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് പെട്ടെന്ന് അത് ഈ ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:35 ദൈവവചനം പറഞ്ഞ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അപ്പൊ ദൈവവചനം നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് ദൈവവചനം നമുക്ക് ദൈവാരൂപിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അഭിഷേകം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും, പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു നിലപാട് തറയെന്നൊക്കെ പറയും. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യണ പോലെ എല്ലാത്തിനും ഒരു ലാൻഡിങ് പാഡ് ഉണ്ട്. ശരിക്കും ദൈവവചനത്തിൻ്റെ ലാൻഡിങ് പാഡ് കർത്താവ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിഷയമാണ്. ഈശോ പല പല ഭാഷകളിലാണ് ലാൻഡിങ് പാഡിനെ കുറിച്ച് പറയണത്. അതായത് നിലം എന്നൊക്കെ പറയും, പിന്നെ ഈശോ പറയും അർഹത എന്നൊക്കെ പറയും. 10:13 എടുത്തേ മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:12-13 നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ഈ ബ്ലെസ്സിങ്ങിൻ്റെ റിട്ടേൺ അടിക്കുന്ന പരിപാടി വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ കിട്ടാത്തതല്ല പ്രശ്നം, ഇത് നമുക്ക് സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്? കൊച്ചി തുറമുഖത്തേക്കാൾ എപ്പോഴും എല്ലാ ദിവസവും ട്രെഡ്ജ് ചെയ്ത് അതിൻ്റെ ആഴം കൂട്ടിയിട്ടാണ് കപ്പലെടുക്കുന്നത്. എന്നാലും ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ ഉൾക്കൊള്ളപ്പാടായിരിക്കും. അതുകൊണ്ട് ആഴക്കടലിൽ തന്നെ തുറമുഖം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഇരിക്കും നമ്മളുടെ കൃപയുടെ തോത് വർദ്ധിപ്പിക്കുക. തോത് എപ്പോഴും നമ്മൾ വിഷയം. നമ്മൾക്ക് ഈ 30% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. നിങ്ങൾ 30% ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 15% കിട്ടത്തുള്ളൂ. മത്തായി 13:8 എടുത്ത്. മത്തായി 13:8 മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇതാണ് ഈ അർഹത എന്ന് പറയുന്നത്. ഇതാണ് നിലപാട് തറയെന്ന് പറയുന്നത്. അതായത് ബൈബിൾ എല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യത്യസ്ത ലാംഗ്വേജ്, വ്യത്യസ്ത മീഡിയ ഉപയോഗിക്കുന്നു, ബിംബങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള സംഭവം എല്ലാം ഒരു വിഷയമാണ്. ദൈവരാജ്യം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇതെല്ലാം. ഒറ്റ ദൈവരാജ്യവും പിന്നെ കടുകമണിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്നാ പറയണത്? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 13:31-32 സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. ഈശോ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളൊരു സിംഗിൾ കോൺസെപ്റ്റിലാണ്. നമ്മൾ ഉടമ്പടി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി പലത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി പോലെ ലോകത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ മനുഷ്യർക്ക് ഭൗതിക സാക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥന എൻ്റെ അറിവിലില്ല. അത്രയും ഫാസ്റ്റാണിത്. തന്നെയല്ല ഇത് ഒപ്പം മനുഷ്യനെ വചനത്തിൽ വളർത്തുന്നു. വേന പോലെ കേട്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരു അപേക്ഷ കത്ത് എഴുതി പോകുന്ന മിനിമം പ്രോഗ്രാമല്ല. കേട്ടവൻ പതുക്കെ സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയും വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിന് സാക്ഷിയായി ജീവിക്കുന്ന ഒരു സമാന്തര ജീവിതമുണ്ട്. നവീനക്ക് പക്ഷേ അതുണ്ടാകത്തില്ല. അപ്പോൾ ഇത് സഭയിൽ വരുന്നിരിക്കുന്ന അവസാനത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രെയറാണ്. ഈ ആപ്ലിക്കേഷൻ പ്രെയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആപ്ലിക്കേഷൻ പ്രെയറിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സതീഷ് അങ്ങനെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ല.
സതീഷിൻ്റെ സാക്ഷ്യം ഒരു 5 മിനിറ്റേ മറ്റേ ഉള്ളൂ. പക്ഷേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഈ സതീഷിൻ്റെ സാക്ഷ്യം ഇയാൾ പറയുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ സാക്ഷ്യം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ ഒരു റിലേഷനുമില്ല, ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു റിലേഷനുമില്ല. അയാൾക്ക് ഒരു കേവല മനുഷ്യനാണ്. ഈ കേവല മനുഷ്യൻ അയാളുടെ സാക്ഷ്യം, അയാൾക്ക് സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം, അയാളുടെ ഒരു സങ്കടം കയറി. അയാൾക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇവിടെ സോറിയാസിൻ്റെ ഒരു വീക്കാണ് ഈ ആഴ്ച. കാര്യം ശരീരം മുഴുവനും സോറിയാസിസ് വന്ന് പഴുത്ത് പുണ്ണായി ഈച്ച വാർത്ത് ഇങ്ങനെ നീറി വെന്ത് ഒരു ദുരന്തമായിട്ട് ജീവിക്കണ ആൾക്കാരാണ് സോറിയാസിസ്. വന്ന് നോക്കണം. അപ്പോൾ ചെറിയ ചൊറിച്ചിൽ പോലും വന്നാൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ശരീരം മുഴുവനായി വരുന്നത്. ഇപ്പോൾ ഈ മനുഷ്യൻ തന്നെ വെറുത്ത് പോകും. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ജോബിനൊക്കെ പഴയ നിയമത്തിൽ വന്നത് സോറിയാസിസ് ആണെന്ന് ഓർക്കും ചില സമയത്ത്. അയാളിങ്ങനെ കമ്പോടൊക്കെ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കണില്ലേ, ശരീരം മുഴുവൻ ഇങ്ങനെയായി ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ സതീഷ് ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇവൻ്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്യുന്നത്, കൂട്ടുകാരെന്ത് ചെയ്യുക, കൂട്ടുകാർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അയച്ച് അയക്കുന്ന ഒരു ലിങ്ക്, ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന ഒരു സാക്ഷ്യത്തിൽ ലിങ്കായിരിക്കും അത്. പക്ഷേ അതിലൂടെ ദൈവം നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന മഹാകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യൻ്റെ, അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ സോറിയാസിസായി ജീവിതം തന്നെ വെറുത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ സാക്ഷ്യം അയച്ചു കൊടുക്കുന്നത്. സാക്ഷ്യം ഇയാളിങ്ങനെ കേട്ട്, ഒന്നാമത്തെ സാക്ഷ്യം കേട്ട് രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് ഇങ്ങനെ മയങ്ങുമ്പോൾ പെട്ടെന്ന് അയാൾ മയങ്ങിപ്പോവും. അപ്പോൾ ശിരസ്സിൽ കവചമിട്ട തലയെ തുണിയിട്ട ഒരു സ്ത്രീ വന്ന് ഈ മയക്കത്തിൽ ഇയാളെ ശിരസ്സിങ്ങനെ തലോടിക്കൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളുടെ സോറിയാസിൻ്റെ വേദനയും കരിയുമൊക്കെ കുറഞ്ഞ് വരും. അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യും. ഫസ്റ്റ് ടൈം ഒക്കെ ഫീൽ ചെയ്യും. സോറിയാസിൻ്റെ കരിവും ചൊറിച്ചിലും കുറഞ്ഞ് വരും. അയാൾ പറഞ്ഞ് 75% കുറഞ്ഞെന്നാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സാക്ഷ്യം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വന്നപ്പോഴേക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശിരസ് തലോടിയ ആ തലയെ തുണിയിട്ട ആളിവിടെ ഇരിപ്പുണ്ടെന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എന്നിട്ട് ഈ മനുഷ്യ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയണം, എൻ്റെ അമ്മ എനിക്ക് 75% ഇപ്പോൾ കുറവുണ്ട്, എൻ്റെ എൻ്റെ പരുക്കളെല്ലാം ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനയും കുറഞ്ഞ്, എനിക്ക് ഇത് പൂർണ്ണമായിട്ടൊന്ന് അമ്മ മാറ്റിത്തരണം. ഞാനത് വിശ്വസിക്കുന്നു, അമ്മയ്ക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ എഴുതി ഉടമ്പടി ചെയ്ത് അയാൾ വീട്ടിൽ ചെന്ന് അപ്പോൾ പിന്നീട് 5-6 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അയാൾ അത് സുഖപ്പെട്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത്, ഇയാൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇയാൾക്ക് സംഭവിക്കുന്നത്, ഇയാൾ പറയണത് എനിക്ക് ദർശനങ്ങൾ കൂടിക്കൊന്ന് സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്നാണ്. കാര്യം അതായത് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കി, എൻ്റെ ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇത് ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ പ്രയറാണ്, പ്രാർത്ഥനയാണ്. നിങ്ങൾ സ്വപ്നമെന്ന് പറയുമ്പോൾ ദൈവം അനാദികാലം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം ജഡികമാകണത് നിങ്ങൾ ജഡികമായത് കൊണ്ടാണ്. സ്വപ്നം ജഡികമാണ്, എല്ലാവർക്കും 90% സ്വപ്നം ജഡികമാണ്. അത് നിങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടാത്ത ആസക്തികളെ നിങ്ങൾ സമ്മർദ്ദത്തിൽ വെച്ചിട്ട് ആണ് അങ്ങനെയുള്ള ജഡിക സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ സപ്ലിമെൻ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ കാണും. യു വിൽ ബി ഇൻ ദ ഡിവൈൻ മെലിയോ, ദൈവിക മേഖലയിലേക്ക് നിങ്ങൾ വരും. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഇന്ദ്രിയങ്ങളെ നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകണമേ.
നിന്റെ അടയാളങ്ങള്, കാൽപ്പാടുകള്, കയ്യൊപ്പുകള് എനിക്ക് സ്പർശന വിധേയമാകാൻ എന്റെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ അഭിഷേകം നിറക്കണമേ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവമേ നന്ദി. ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടി കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ആവർത്തിച്ച് വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. സ്നേഹത്തോടെ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ ദൈവരക്കട്ടെ, സ്പർശിക്കട്ടെ, സ്പർശിക്കട്ടെ. മാരക രോഗങ്ങള്, പീഡാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നും ആത്മാവേ, പരിശുദ്ധാത്മാവേ, നീ നിലനിൽക്കേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. എൻ്റെ പേര് ബെൻസി സാജു. ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയാനുണ്ടായ കാരണം 2021 ഒക്ടോബർ 13 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ, ഇന്ന് വരെ ഈ നിമിഷം വരെ പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ കാര്യം ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാനാണ്. 2017 മുതൽ അതിഭയങ്കരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 2020 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. 82 സെൻറ്റ് സ്ഥലവും വീടും മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് വിറ്റാൽ കിട്ടുന്നതിനേക്കാളും ഇരട്ടി ബാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നു.
അത് വിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് മാറി എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പോഴത്തേക്കും സഹോദരങ്ങളാലും മൊത്തത്തിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ജീവിതം തന്നെ തീർത്തേക്കാം എന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടിരുന്നു. എങ്കിലും എൻ്റെ മമ്മി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ആ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയോ ഒക്ടോബർ മാസം വരെ ഞങ്ങൾ പിടിച്ചു നിന്നു. ഒക്ടോബർ മാസത്തിൽ എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ ഭാര്യ എന്നോട് പറഞ്ഞു, നീ എന്താണേലും ആലപ്പുഴയിൽ പോയി കൃപാസനത്തിൽ ഒന്ന് പള്ളിയുണ്ട്, അവിടെ പോയി നീ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, ഞാൻ പോയിട്ട് വന്നതാണ് അവിടെ എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാനും എൻ്റെ നാത്തൂനും കൂടെ, ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുമളിയിൽ നിന്ന് വെളുപ്പിനെ 4 മണിക്ക് അവിടുന്ന് പോന്നു. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടി എന്താണെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, തിരിച്ച് കുമളിക്ക് പോയി. പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി. ആ നിമിഷം മുതൽ, ഉടമ്പടി എടുത്ത നിമിഷം മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. എന്തു പറഞ്ഞാലും അതിനപ്പോൾ തന്നെ മറുപടി പറയുകയും ആ പറയുന്നവരോട് അതിഭയങ്കരമായി ദേഷ്യപ്പെടുകയും, വീട്ടിലാണെങ്കിലും എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ ഇന്ന് വരെ ആ ദേഷ്യമോ അങ്ങനെ ഒരു വാക്കോ എന്നിൽ നിന്നുണ്ടായിട്ടില്ല. അവിടെ എന്നെ മാതാവ് അതിഭയങ്കരമായിട്ട് സംരക്ഷിച്ച് നിർത്തി. പിന്നെ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് എഴുതി മാറാൻ ഒരു തരത്തിലും പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലവിധ തടസ്സങ്ങളായിരുന്നു ആ സ്ഥലം എഴുതി മാറാൻ. അത് സെപ്റ്റംബർ മാസം വിറ്റ സ്ഥലം ഡിസംബർ ആയിട്ടും എഴുതി മാറാൻ സാധിച്ചിട്ടേ ഇല്ലായിരുന്നു. ഡിസംബറിൽ ലാസ്റ്റ് സ്ഥലം വാങ്ങിച്ചവർ ഞങ്ങൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. ഞങ്ങളവരെ ചീറ്റ് ചെയ്തു, സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല, 82 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് വിറ്റിട്ട് അതിലും കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കൊണ്ട് കേസ് കൊടുത്തു. അപ്പം കേസ് ഞങ്ങളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോകുന്നത്. അവിടെ വെച്ച് ഞങ്ങളോട് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇന്ന ദിവസം എഴുതി കൊടുക്കാമെന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിന് സമ്മതിച്ചു. ഞാൻ അതിന് ഒരു കാരണവശാലും സമ്മതിച്ചില്ല. ഞാൻ വിളിച്ചിറക്കി മുറ്റത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് അന്ന് എനിക്ക് ജനുവരി 13-ാം തീയതി ഇത് പുതുക്കേണ്ട ദിവസമാണ്. ഞാൻ അന്ന് അവിടെ പോയിട്ട് വന്നിട്ട് മാത്രമേ സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് സ്ഥലം അളന്നതിന് ശേഷം മാത്രം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു രമ്യതയിലല്ലാതെ പിരിഞ്ഞു. അവരുടെ വീട്ടുകാരുമായിട്ട് വീണ്ടും ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ 15-ാം തീയതിക്കുള്ളിൽ സ്ഥലം എഴുതി തന്നേക്കാമെന്ന് പറഞ്ഞു. 12-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. 13-ാം തീയതി സ്ഥലം അളന്നു കൊടുക്കാമെന്ന് പറഞ്ഞു. 12-ാം തീയതി വൈകിട്ട് ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു ഞാൻ. എങ്കിലും 5:30-ക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും കൂടി ചൊല്ലിയിട്ട് വീണ്ടും ഞാൻ ബൈബിളും വായിച്ചിട്ട് വീണ്ടും കിടന്നു വീണ്ടും ഉറങ്ങി വന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ രൂപം 3 പ്രാവശ്യം എൻ്റെ തലയ്ക്ക് മേളിൽ വന്ന് എൻ്റെ തലയിൽ നന്നായി തട്ടി. 3-ാമത്തെ പ്രാവശ്യം തട്ടിയപ്പോഴത്തേക്കും എൻ്റെ മമ്മി എന്നെ ഫോൺ വിളിച്ചു. ഒന്ന് വിളിച്ചു, ഞാൻ എടുത്തില്ല. 2ാമത് വിളിച്ചു. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും പേടിയാണ്. 2ാമത് വിളിച്ചപ്പം ഞാൻ ഫോൺ എടുത്തു. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ്, മമ്മി എന്തിനാ എന്നെ ഫോൺ വിളിച്ചതെന്ന് ചോദിച്ചു. വർത്താനമൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു. എൻ്റെ ഹസ്ബൻഡും 2ാമത്തെ കൊച്ചും കൂടെ സ്ഥലം അളക്കുന്നിടത്തേക്ക് പോയി. ഞാൻ ഒരു മുറിയിൽ കയറി ബൈബിൾ വായിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മൂത്ത കുട്ടിക്ക് 12 വയസ്സാണ് പ്രായം. അവൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 21 തവണ വേറൊരു മുറിയിൽ കയറി കഥ കടച്ചിരുന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഞാനൊന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, സ്ഥലം അളന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വെച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നുണ്ട് കൃപാസന മാതാവ് സ്ഥലം അളക്കുന്ന ചങ്ങലയിൽ അമ്മ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. സ്ഥലം അളക്കേണ്ട സമയം കഴിഞ്ഞു. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. തിരിച്ച് ഞാൻ ആ മുറിയിൽ തന്നെ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, 82 സെൻറ്റ് സ്ഥലം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളായിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞു പോകരുതെന്ന്. വീണ്ടും അതിന് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ചു. 82 സെൻറ്റ് സ്ഥലം എന്നുള്ളത് അളന്നു വന്നപ്പോൾ 96 സെൻറ്റ് സ്ഥലമായിട്ട് ഞങ്ങൾക്കത് കിട്ടുവാനിടയായി. ആ സ്ഥലം എഴുതി മാറാൻ വളരെ പ്രയാസങ്ങളായിരുന്നു. ജനുവരി 15-ാം തീയതി രാവിലെ ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരുപാട് പേര് പ്രശ്നമുണ്ടാക്കും, നിങ്ങൾക്ക് സ്ഥലം എഴുതി മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ എല്ലാം കാശ് രൂപം എടുത്ത് കൊടുത്തിട്ട് ഹസ്ബൻഡിനെയും എൻ്റെ ആങ്ങളെയും ചേട്ടനും മാത്രം പോയി അത്രയും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരു തടസ്സവുമില്ലാതെ ആ സ്ഥലം എഴുതി മാറാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ 13 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്.
അതിനു മുൻപ് മുതലേ മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ പറയും, ഞാൻ മദ്യപിച്ചാൽ ഒരു പ്രശ്നക്കാരനല്ല, അതുകൊണ്ട് മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല എന്ന്. ഞങ്ങൾ തമ്മിൽ അതേക്കുറിച്ച് പറഞ്ഞ് മദ്യപിച്ചിട്ട് വരുമ്പോൾ എപ്പോഴും തന്നെ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. പിള്ളേർ പറഞ്ഞാലും ഒന്നും അത് കേൾക്കാറില്ലായിരുന്നു. ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട്, എങ്കിലൊന്നും അത് നിർത്തണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ അതൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു, എങ്കിലും ഞാനതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ആ നിയോഗത്തിന്. ഡിസംബർ മാസം 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിൻ്റെ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. കുറേ ദിവസം പിന്നെ മദ്യപിക്കാതിരുന്നു. അപ്പോൾ ഞാൻ സന്തോഷിച്ചു, മദ്യപാനം നിർത്തിയല്ലോ എന്നോർത്ത്. വീണ്ടും പെട്ടെന്നൊരു ദിവസം മദ്യപിച്ചിട്ട് വന്നു. അന്ന് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ ഇതിനാണോ ഞാൻ ആ മകനെ കൂട്ടിക്കൊണ്ട് അവിടെ വന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെങ്കിൽ ഡിസംബർ 26-ാം തീയതി ഉച്ച കഴിഞ്ഞ് വന്ന് വീട്ടിൽ മദ്യപിച്ചിട്ടാണ് വരുന്നത്. അന്ന് കൊച്ചിനോട് പറഞ്ഞു, ഇനിയും ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല എന്ന്. അപ്പോൾ എൻ്റെ കൊച്ചു പറഞ്ഞു, പപ്പ എപ്പോഴും ഇത് പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നതാണ്, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ നിമിഷം അന്ന് മുതൽ ഇത്രയും ദിവസമായിട്ട് പിന്നെ ഒരിക്കലും മദ്യം കഴിച്ചിട്ടില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ കൊച്ചിന് അലർജി ഉണ്ടായിരുന്നു. 2 പേർക്കും ഉണ്ടായിരുന്നു, ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു, കൊച്ചിനും ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും തുമ്മലും മൂക്കടപ്പും ഭയങ്കര ജലദോഷം കൊണ്ട് അങ്ങ് വളരെ വേറെ ബുദ്ധിമുട്ടിയിരുന്നു. അതും ഇവിടെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അതും 2 പേർക്കും ഇത്രയും നാളായിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കൊച്ചിന് ദേഹം മുഴുവൻ ഇങ്ങനെ പൊള്ളിയ പാടുപോലെ വരും. അപ്പം മെയ് മാസത്തിൽ അത് ഭയങ്കരമായിട്ട് കൂടി. പെട്ടെന്നൊരു ദിവസം അത് ഭയങ്കരമായിട്ട് ദേഹം മുഴുവനുമായി. എൻ്റെ മമ്മി ഞങ്ങളെയൊക്കെ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത് അപ്പോൾ ഈ മങ്കി ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ആ അസുഖം ഇങ്ങനെ ടി വിയിലൊക്കെ കാണിക്കുന്ന സമയമാണ്, ഇതങ്ങനെ എന്തോ പ്രശ്നമുണ്ട്, നീ കൊച്ചിനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പിള്ളേരുടെ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം, ഒട്ടും താമസിക്കരുത്, നാളെ രാവിലെ തന്നെ പോകണമെന്ന് എൻ്റെ ആങ്ങളെ പറഞ്ഞു. ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അവർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ആറിച്ച് ഞാൻ അവളോട് കുളിക്കാൻ പറഞ്ഞു. അവളത് കുളിച്ച് കയറി വന്ന് അന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയതിന് ശേഷം എൻ്റെ അമ്മാച്ചൻ്റെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അമ്മാച്ചൻ മുട്ടയിൽ നിന്നുകൊണ്ട് ഉടമ്പടി തൈലം എടുത്ത് അവളുടെ ദേഹത്ത് മൊത്തം തൂത്ത്, ഒരു തുള്ളി തൈലം എടുത്ത് അവളുടെ ദേഹത്ത് മൊത്തം തൂത്ത് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ദേഹം മുഴുവൻ പൊള്ളിയ പോലെ പൊങ്ങി നിന്നിരുന്ന ആ പാട് ഒരെണ്ണം പോലും ഇല്ലാതെ ദേഹത്തു നിന്നും മൊത്തം തൂത്ത് മായ്ച്ച് കളഞ്ഞതുപോലെ മുഴുവനും മാറി. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു ചൊറിച്ചിലോ അസ്വസ്ഥതയോ അവൾക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാനൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ട വിദ്യാഭ്യാസമൊന്നുമില്ല, എങ്കിലും ഞാൻ പഠിച്ചത് തയ്യലാണ്. എനിക്ക് ആ ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതിൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് 4 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അവളെ ഇട്ടിട്ട് പോകുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ വേറെ ആരും നോക്കാനില്ല. 9:15 മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ മാത്രമേ എനിക്കതിന് പോകാൻ സാധിക്കുമായുള്ളായിരുന്നു. ആ സമയത്ത് ആരും ജോലി തരില്ലല്ലോ മാതാവേന്ന് ഞാനിവിടെ വന്ന് എല്ലാ ദിവസവും ഇവിടെ എല്ലാ മാസവും ഞാൻ വരും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അവളെ സ്കൂളിൽ വിടുന്നത് ജൂൺ 4-ാം തീയതി ആയിരുന്നു. ജൂൺ 3-ാം തീയതി വൈകിട്ട് അണക്കരയിലുള്ള ഒരു കടയിൽ, അത് തയ്യൽക്കട തന്നെയാണ്, അവിടെ 9:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് എനിക്ക് അവിടെ പോയി തയ്ച്ചിട്ട് 3:30 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുവാൻ ഉള്ള ഒരു ജോലി തന്ന് മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ അമ്മാച്ചൻ്റെ കാലിന് അതിഭയങ്കരമായ വേദനയായിരുന്നു. വേദനയെന്ന് പറഞ്ഞാൽ 2 കാലയിലും ബാൻഡേഡ് ചുറ്റിക്കൊണ്ട് മാത്രമേ നടക്കാൻ പാടുള്ളായിരുന്നു. കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ മുട്ടുകുത്തി നിന്ന് എഴുന്നേക്കാനായിട്ട് വളരെ പ്രയാസപ്പെട്ടിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്തും ടൈഗർ ബാമും ഗുളികയും കൊണ്ടുവെക്കും, ഓടിക്കുന്ന വണ്ടിക്കകത്തും അത് കൊണ്ടുവെക്കും, വീട്ടിലുമുണ്ട്. ഇതും ഇല്ലാതെ ഒരിക്കൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഒക്ടോബർ 13-ാം തീയതി ഉടമ്പടി എടുത്ത് ഞങ്ങൾ കുമളിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് വണ്ടിയില്ല അണക്കരയ്ക്ക് പോകാൻ. അപ്പം അമ്മാച്ചനാണ് കാറും കൊണ്ട് വന്നത്. ഞങ്ങളിത് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇതൊരു ശകലം എടുത്ത് കാലയിലൊന്ന് തൂത്ത് നോക്ക്, ഇത് കുറയുമോ എന്നറിയാം, ഇങ്ങനെ ഒത്തിരി സാക്ഷിയൊക്കെ അവിടെ ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. അതെടുത്ത് മുട്ടയിൽ തൂത്തു, മസിൽ കയറുന്നിടത്തെല്ലാം ആ ഉടമ്പടി തൈലം തൂത്തു പ്രാർത്ഥിച്ചു. ഇന്ന് വരെയും അന്ന് ചുറ്റി വെച്ച് കാലയിൽ കെട്ടുന്ന ബാൻഡേഡ് പിന്നെ ഇന്ന് വരെയും അത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മസിൽ കയറിയിട്ട് പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങി കുറേ നേരം അവിടെ നിന്നിട്ടതിന് ശേഷം മാത്രമേ പിന്നെ തിരിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ കാലിന് വേദനയായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ആ കാലിന് വേദന. വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെഷീൻ ചവിട്ടി തയ്ക്കാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഇന്ന് വരെയും എനിക്ക് ആ കാലിന് വേദന ഉണ്ടായിട്ടില്ല. ഇത്രയേറെ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചു.